എത്രയോ വർഷങ്ങൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ 7 വർഷത്തിനിടെ ഞങ്ങളുടെ 22 കുട്ടികളാണ് ഇതുപോലെ സൂയിസൈഡ് ചെയ്തത്. അതെല്ലാം ഇന്റലക്ച്വൽ കില്ലിംഗ് ആണ്. ഞങ്ങളുടെ 15 വയസ്സ് 16 വയസ്സുള്ള കുട്ടികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്കറിയാം, കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ കീഴിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ടു എന്ന് പറഞ്ഞ അധ്യാപിക നിരന്തരം ടോർച്ചർ ചെയ്ത് അതിന്റെ മുഖം എടുത്ത് ഭിത്തിയിൽ ഒരച്ചു. ക്ലാസ്സിൽ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നിടത്ത് വൈകുന്നേരം വന്ന് അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്തു. ആ അധ്യാപികയ്ക്ക് എന്തു പറ്റി? ഒരു ചുക്കും ചെയ്യൂല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, ഈ പറച്ചിലേ ഉള്ളൂ. ഇവരൊന്നും കൃത്യമായിട്ട് ദളിതരെ ആദിവാസികളെ പ്രൊട്ടക്ട് ചെയ്യുന്നവരല്ല. അത് ഞങ്ങൾക്ക് ഇവരെ ആരും വിശ്വാസമല്ലേ. ഇപ്പൊ നിങ്ങൾ ഇനി എന്തെല്ലാം ഇനി ഇവിടെ കിടന്ന് തള്ളിയാലും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാൻ നിവർത്തിയില്ല, നിർവാഹമല്ല. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി അങ്ങനെയാണ്. കഴിഞ്ഞൊരു 15 വർഷത്തെ കണക്കെടുത്ത് നോക്കി എത്ര അട്രോസിറ്റീസ് കേസുകളാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു കേസ് ശിക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ആകപ്പാടെ അട്ടപ്പാടിയിൽ മധുവിന്റെ കേസ് ശിക്ഷിച്ചു, അതിലൊരു അട്രോസിറ്റി പോലും ഞങ്ങൾക്ക് നേരമര്യാദയ്ക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അട്രോസിറ്റി പോലും അവനെ 4 മണിക്കൂർ തടഞ്ഞു വെച്ച് തുണി ഉരിച്ച് റോട്ടിലൂടെ നടത്തിക്കൊണ്ട് മർദ്ദിച്ച് കൊന്നു കളഞ്ഞവൻ, ഞങ്ങളുടെ സഹോദരനെ കൊന്നു കളഞ്ഞിട്ട് ഇവർക്ക് ഒരു അട്രോസിറ്റി പോലും ഇടാനായിട്ട് ഇവിടുത്തെ കോടതികൾക്ക് സാധിച്ചിട്ടില്ല. ഒരു APPക്ക് അത്, പ്രോസിക്യൂട്ടർക്ക് അത് തെളിയിക്കാനും മര്യാദയ്ക്ക് അത് പ്രസന്റ് ചെയ്യാനും സാധിക്കാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. നേമത്ത് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഇതേപോലെ ഒരു കുട്ടിയെ ടോർച്ചർ ചെയ്ത് ഞങ്ങളുടെ ഒരു പെൺകുഞ്ഞ് ആത്മഹത്യ. ഇതെല്ലാം സാധാരണക്കാരെ വീട്ടു ജോലിക്കും തൊഴിലുറപ്പിനും പോയിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊരു വെളിച്ചം കാണിക്കാനായിട്ട് പഠിപ്പിക്കുന്ന അമ്മമാര്. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്ത്, കഷ്ടപ്പെട്ട് ആഹാരം കൊടുത്ത് വളർത്തി ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നു, ഇവര് കൊല്ലുന്നു. ഇതിന് രാഷ്ട്രീയക്കാരാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ എത്ര അട്രോസിറ്റി കേസുകൾ ഇവിടെ നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേസ് നെടുമങ്ങാട് SC കോടതിയിലൊക്കെ പോയി നോക്കണം. ബലാത്സംഗം ചെയ്താൽ പോലും ആ കേസിൽ പ്രതികൾ റിമാൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ പിന്നെയും 10-30,000 രൂപ മുടക്കി ഹൈക്കോടതി പോയി അവിടുന്നാണ് റിമാൻഡ് ചെയ്യിക്കുന്നത്. എത്ര ഞങ്ങൾ ഇങ്ങനെ ഓടും? ഈ കൂലിപ്പണിക്ക് പോകുന്നവർ എത്ര ഇങ്ങനെ ഓടും? അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ കോടതി സിസ്റ്റത്തെയും ഞങ്ങൾക്ക് ഒട്ടും ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് അളക്കാൻ തോന്നുന്നില്ല. ജാതി ബോധം എന്ന് പറയുന്നത് ഇത് അവർക്ക് തിരിച്ച് ആ പെയിൻ കിട്ടാത്തോണ്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ നിതിനെ ഇന്ന് കൊന്നു, തിരിച്ച് ഞങ്ങൾ ഇന്ന് ആൾക്കാരെ കൂട്ടി അവിടെ പോയി അവരെ വീട്ടിൽ പോയിരുന്നെങ്കിൽ, ഈ വേദന അവരും അറിഞ്ഞിരുന്നെങ്കിൽ ഇനിയൊരു കൊല ഇവിടെ നടക്കൂല. ഇതേ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ. ഇനി വേറെ ആര്, ഏത് നിയമം? ഞങ്ങൾ എത്ര പേര് മരിച്ചു, ഞങ്ങളുടെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. എനിക്കും മകനുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ സ്കൂളിൽ പോകണ്ടെന്നേ പറയുള്ളൂ, വീട്ടിലിരുന്ന് പഠിക്കാനേ ഞാൻ പറയുള്ളൂ. എനിക്ക് പേടിയാണ്. അത്രയും ഞങ്ങളെ കുഞ്ഞുങ്ങളെ ബൗദ്ധികമായിട്ട് തകർക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്കൂളുകളിലൊക്കെ 22 കൊല നടന്നിട്ട് ഒരു അധ്യാപകൻ, ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകൾ, അവരുടെ അധ്യാപക സംഘടനകൾ, ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, അഞ്ചരക്കണ്ടി ആ മെഡിക്കൽ കോളേജിന് അവർക്ക് ലൈസൻസ് ഉണ്ടോ? അവർക്ക് അവരുടെ എല്ലാ പേപ്പർ വർക്കും സുപ്രീം കോടതി വരെ എത്തിയിട്ടുള്ള ഇതാണ്. അവർക്ക് BDS ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. ഈ സ്ഥാപനം നിലനിർത്താനായിരിക്കും ഇനി അടുത്ത ശ്രമം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ചാക്കിടും, അവർ ആ സ്ഥാപനം അവിടെ നിലനിർത്തുകയും ചെയ്യും. ഞങ്ങൾ ഇതിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നടക്കുവോ? ഞങ്ങളോട് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഈ ചർച്ചയ്ക്കൊക്കെ വന്നിരുന്നിട്ട് ഈ പറച്ചിലുള്ളൂ. അല്ലാതെ ഇവരാരും വന്ന് ഞങ്ങളെ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴും കെട്ടിക്കിടക്കുവാണ് കേസുകൾ. എത്ര 5000-ഓളം കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുവാണ് ശിക്ഷിക്കാതെ. ഇപ്പൊ ഈ ലാസ്റ്റ് 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താല്